സന്ധ്യാചിന്തകൾ എപ്പിസോഡ് നമ്പർ 4. ഉൽപ്പത്തി പുസ്തകം 42:8 നാം ഇങ്ങനെ വായിക്കുന്നു: യോസേഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു, അവരോ അവനെ അറിഞ്ഞില്ലതാനും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് യോസേഫ്. ഈ യോസേഫ് 13 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ 17ാമത്തെ വയസ്സിൽ മിസ്രൈമിലേക്ക് സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് വിൽക്കപ്പെട്ടവനാണ്. 13 വർഷങ്ങളുടെ അന്തസാരത്തിൽ ഈ സഹോദരന്മാർ അവനെ മറന്നുപോയി. 13 വർഷങ്ങൾക്ക് ശേഷം മിസ്രൈമിലൊക്കെയും ശ്രേഷ്ഠനായ നായകനായി യോസേഫ് വാഴുന്ന സമയത്ത് ഈ സഹോദരന്മാർ അവൻ്റെ അടുത്ത് ചെന്നു. അവനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യോസേഫ് അവരെ എല്ലാവരെയും തിരിച്ചറിഞ്ഞു. മൂത്തവൻ തുടങ്ങി ഇളയവൻ വരെയുള്ള ക്രമം നന്നായി യോസേഫിന് അറിയാമായിരുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുമായി നമുക്കുള്ള വ്യക്തിഗത ബന്ധത്തിലും അവൻ്റെ ഇഷ്ടത്തിലും നാൾക്കുനാൾ നാം വളരണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 139 സങ്കീർത്തനം 16 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ സകലവും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നാം കർത്താവിനെക്കുറിച്ച് അല്പമായി മാത്രം അറിഞ്ഞ നാളുകളിലും നമ്മെ സമ്പൂർണ്ണമായി കർത്താവ് അറിഞ്ഞിരുന്നു. നാം അല്പമായി മാത്രം അവനെ സ്നേഹിച്ചപ്പോഴും അതിനു മുമ്പ് തന്നെ അവൻ നമ്മെ പൂർണ്ണമായി സ്നേഹിച്ചിരുന്നു. നാം അവൻ്റെ മക്കളായി തീരുമോ എന്ന് നാം അറിയാതിരിക്കെ തന്നെ അവൻ നമ്മെ ലോകസ്ഥാപനം മുതൽ സ്നേഹിച്ചിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ നിസ്സീയമായ സ്നേഹം യുഗങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പേ നിത്യതയിൽ തന്നെ ആരംഭിച്ചതാണ്. അവൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും ഉണ്ടായിരുന്നു. ഈ വലിയ സ്നേഹം കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മോടുള്ള ബന്ധത്തെ സുവിദിതമായി വിശുദ്ധ വേദപുസ്തകവും പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ നാം വളരെ കയ്പായിരുന്ന സമയത്തും അവൻ നമ്മോട് മധുരമായി ഏർപ്പെട്ടു. നാം അവനെ അറിയാതിരിക്കുമ്പോഴും അവൻ നമ്മെ അറിഞ്ഞിരുന്നു. നാം അവനെ ഓർക്കാതിരിക്കുമ്പോഴും അവൻ നമ്മെ ഓർത്തിരുന്നു. ഇന്നും അവൻ നമ്മെ ഓർക്കുന്നു. യോസേഫിനെ സഹോദരന്മാർ ഓർത്തില്ല, എന്നാൽ കർത്താവ് നമ്മുടെ സഹോദരന്മാരെ എല്ലാവരെയും അറിയുന്നു. യോസേഫിൻ്റെ സഹോദരന്മാർ അവനെ അറിഞ്ഞില്ലെങ്കിലും യോസേഫ് അവരെ എല്ലാവരെയും മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ കർത്താവിനെ നാം ഓർക്കേണ്ടതുപോലെ ഓർക്കുന്നില്ല എങ്കിലും, അറിയേണ്ടതുപോലെ അറിയുന്നില്ല എങ്കിലും, നമ്മെ അറിയേണ്ടതുപോലെ അറിയുന്ന, ഓർക്കേണ്ടതുപോലെ ഓർക്കേണ്ടതാ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ഈ നല്ല കർത്താവ് ഇന്ന് രാത്രിയിലും നമ്മെ ഓർക്കുന്നു, കരുതുന്നു, സ്നേഹിക്കുന്നു എന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.